നടക്കുന്നത് സംഘപരിവാറിന്റെ രാഷ്ട്രീയ വേട്ടയാണെന്ന പ്രതികരണവുമായി മുൻമന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. CPIM-ൽ പ്രവർത്തിക്കുന്നത് മന്ത്രിയാകുമോ MLA ആകുമോ എന്ന് നോക്കിയല്ല, എന്നാൽ ഇത്തരം ഭീഷണികൾ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായിരുന്നു. ഇത്തരം സംഗതി കാണിച്ച് പേടിപ്പിക്കാൻ നോക്കണ്ട, തല പോയാലും മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരും. ED അല്ല, അതിനേക്കാൾ വലിയ D വന്നാലും പേടിയില്ലെന്നും P.A. മുഹമ്മദ് റിയാസ് പറഞ്ഞു. ED റെയ്ഡിന് പിന്നാലെ കോട്ടുള്ളിലെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ട ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഏത് തരത്തിലുള്ള ഭീഷണി വന്നാലും ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുമ്പോൾ ജീവൻ പോയാലും തല പോയാലും നിന്ന് പോരാടും എന്ന് കരുതിയിട്ടാണ് ഈ പാർട്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ ഓരോ സംഗതികളൊക്കെ കാട്ടി ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ടതില്ല. സംഘപരിവാറും കേന്ദ്ര സർക്കാർ ഉയർത്തുന്ന തെറ്റായ നിലപാടിന് ഇനിയും തുറന്നു കാണിക്കും. അതിന് ED അല്ല, ഇനി അതിലും വലിയ D വന്നാലും ഒരു പ്രയാസമില്ലാതെ നേരിട്ട് മുന്നോട്ട് പോകും. രാഷ്ട്രീയ പ്രവർത്തനം ശക്തമായി തുടരും. ബേപ്പൂർ MLA-യും മുൻ മന്ത്രിയുമായ P.A. മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ ED ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയുടെ വിശദാംശങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. കോഴിക്കോട് കോട്ടുള്ളിയിലെ വസതിയായ ഗ്രേസിലെ 5 കിടപ്പുമുറികളും ഹാളും അടുക്കളയും ഉൾപ്പെടെയാണ് ED പരിശോധിച്ചത്. CMRL, എക്സാലോജിക്, നിപുണ തുടങ്ങിയ കമ്പനികളെക്കുറിച്ച് അറിയില്ല എന്നാണ് P.A. മുഹമ്മദ് റിയാസിന്റെ പിതാവ് PM അബ്ദുൾ ഖാദർ പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നത്. വീണയ്ക്കും റിയാസിനും കമ്പനിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അറിയില്ല. മരുമകൾ വീണ T. വിജയൻ വല്ലപ്പോഴും മാത്രമേ കോട്ടുള്ളിയിലെ വീട്ടിൽ വരാറുള്ളൂ. അവസാനമായി വന്നത് ഏപ്രിലാണെന്നും അബ്ദുൾ റസാഖ് EDക്ക് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ED അസിസ്റ്റന്റ് ഡയറക്ടർ ധർമ്മേന്ദ്ര ചൌഹാന്റെ നേതൃത്വത്തിലാണ് P.A. മുഹമ്മദ് റിയാസിന്റെ കോട്ടുള്ളിയിലെ വീട്ടിൽ പരിശോധന നടത്തുന്നത്.